പേരാവൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി കെ ശൈലജയുടെ പൊതുപര്യടനം സമാപിച്ചു. 4 ഘട്ടങ്ങളിലായി കൊട്ടിയൂർ മുതൽ കൂട്ടുപുഴ വരെയും ആറളം ഫാം മുതൽ ചാവശ്ശേരി 19ാം മൈൽ വരെയുമുള്ള കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് പര്യടനം സമാപിച്ചത്. കേളൻപീടിക, മലപ്പൊട്ട്, മരംവീണകണ്ടി, കുന്നൂത്ത്, പെരുമ്പറമ്പ കേന്ദ്രങ്ങൾ പിന്നിട്ട് ഇരിട്ടി നഗരസഭയിലെ കേന്ദ്രങ്ങളായ വികാസ് നഗർ, നേരമ്പോക്ക്, കൂളിച്ചിമ്പ്ര, മീത്തലെ, പുന്നാട്, ആവിലാട്, നരയമ്പാറ, വട്ടക്കയം, കട്ടേക്കണ്ടം, കൊട്ടാരം, ജയശീലൻ നഗർ, മണ്ണോറ, പോസ്റ്റ് ഓഫീസ് തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം ഞായറാഴ്ച രാത്രി ഏറെ വൈകി നിടിയാഞ്ഞിരത്ത് പൊതുയോഗത്തോടെയാണ് കെ ശൈലജയുടെ പൊതുപര്യടനം സമാപിച്ചത്. ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെയും പടക്കം പൊട്ടിച്ചും പൂക്കൾ നൽകിയും ഷാൾ അണിയിച്ചുമാണ് ഓരോ കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. സിനിമാ താരങ്ങളായ മാല പാർവതി, നിഖില വിമൽ, ഇർഷാദ് അലി, അബിൻ മാധവ് എന്നിവരും കെ ശൈലജയ്ക്ക് വോട്ട് അഭ്യർത്ഥിക്കാൻ എത്തിയിരുന്നു. സാധാരണ ഈ വൻകിട മാധ്യമങ്ങളൊക്കെ തുടർച്ചയായി ഭരിക്കുന്ന ഗവൺമെന്റിനെ കുറിച്ച് ഭയങ്കര ഭരണവിരുദ്ധ വികാരമാണ് എന്നൊക്കെ എഴുതി പിടിപ്പിക്കാറുണ്ട്. എന്നാൽ ഇത്തവണ LDFന് സാധ്യത ഉണ്ട് എന്ന് പറയാൻ അവർ പലരും തയ്യാറായി. കാരണം ജനങ്ങൾ അത്രമാത്രം ഉറ്റുനോക്കുന്നുണ്ട് ഈ വികസനത്തെ. ക്ഷേമ പദ്ധതികളും ഉണ്ട്. പെൻഷൻ ഇപ്പോൾ 2000 ആണ്. നമ്മുടെ മൂന്നാമതും LDF വന്നാൽ അത് 3000 ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞാൽ കൃത്യമായിട്ട് ചെയ്യും. UDF വേണമെങ്കിൽ 10,000 എന്നൊക്കെ പറയും. പക്ഷേ അവർ ഇന്ന് വരെ അവരുടെ ഭരണമുള്ളപ്പോൾ 5 പൈസ വർദ്ധിപ്പിച്ചിട്ടില്ല. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ KV സക്കീർ ഹുസൈൻ, PP അശോകൻ, K ശ്രീധരൻ, CVM വിജയൻ, അജയൻ പായം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.